നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നോ? നിങ്ങൾ കാപ്പി കുടിച്ചോ? ടിഫിൻ കഴിച്ചോ? ടിഫിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഇന്ന് നിങ്ങൾ എന്താ കഴിച്ചത്? ഇഡ്ലി, ദോശ, വട, ഊത്തപ്പം, പുട്ട്, ഉപ്മാവ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ. അരിയും ഉഴുന്നും അരച്ച് ദോശ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. പിന്നെ നമ്മളത് എന്നും കഴിച്ചുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ എന്താണ് പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, അരിയാഹാരം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ ഒന്നാണ്. എണ്ണ കുറവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എന്തെങ്കിലും കഴിക്കോ? അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് എണ്ണയുള്ള ഭക്ഷണങ്ങൾ ആവശ്യമാണോ? ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതുമൂലം ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. 1 ഗ്രാം ചെറുപയറിൽ 983 മില്ലിഗ്രാം പൊട്ടാസ്യവും 341 കലോറിയും അടങ്ങിയിട്ടുണ്ട്. പോഷകമൂല്യം ഉണ്ടെങ്കിലും ചെറുപയറിൽ അപകട സാധ്യതകളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിലക്കടല ദീർഘകാലം ഫ്രഷായി സൂക്ഷിക്കുവാൻ ബോറാക്സ് എന്ന രാസവസ്തു ഉപയോഗിക്കുന്നു. രാസവസ്തുക്കൾ കലർന്ന പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ശരീരത്തിൽ മലമടിഞ്ഞു കൂടുവാൻ ഇടയാക്കും. മലമടിഞ്ഞു കൂടുന്നതാണ് എല്ലാ രോഗങ്ങൾക്കും കാരണമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഉദാസീനമായ ജീവിതശൈലി നയിക്കുന്ന നമ്മൾ ചെറുപയറിന്റെ ഉപയോഗം കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. അതോടൊപ്പം അലർജികളും ഉണ്ടാവുന്നു. സൈനസൈറ്റിസ്, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും ഉണ്ടാകുവാൻ കാരണമാകുന്നു. ഈ പരിപ്പ് കഴിക്കുന്നതിലൂടെ മജ്ജ വരണ്ടതാകുവാനും എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. 30-ാം വയസ്സിൽ സന്ധിവാതം, ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ലംബർ സ്പോട്ടിലൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. ധാരാളം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്ന കാരണം ശരീരത്തിൽ ബ്ലോക്കുകൾ രൂപപ്പെടുന്നു. കൂടാതെ രക്തചംക്രമണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ആവശ്യമായ വ്യായാമം ഇല്ലെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു. ഇതിലൂടെ ഗ്യാസും ഉണ്ടാകുന്നു. ക്യാൻസർ പോലെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. ശാരീരികമായി അധ്വാനിക്കുന്നവർ ആഹാര കാര്യത്തിൽ മിതത്വം പാലിക്കണമെന്ന് ആയുർവേദം പറയുന്നു. പണ്ട് രാജാക്കന്മാർ തങ്ങളുടെ പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ പരിപ്പ് പോലുള്ള വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പരിപ്പ് കഴിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്താരീതിയെ അത് ബാധിക്കുന്നു. ഈ പരിപ്പ് വിഭവങ്ങൾ അളവിൽ കൂടുതൽ കഴിക്കുന്നത് കാരണം എപ്പോഴും ഉറക്കം വരികയും ചെയ്യുന്നു. ഇത് നമ്മുടെ തലച്ചോറിനെ തളർത്തുകയും ചിന്താശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ അലസത വർദ്ധിക്കുകയും ദിനചര്യകൾ തടസ്സപ്പെടുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാതെ വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നു. ശാരീരിക അധ്വാനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം അന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ഈ പരിപ്പ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. കളിച്ചു നടക്കുന്ന കുട്ടികൾ, കായിക താരങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ വിദഗ്ധരുടെ ഉപദേശത്തോടെ ഈ സപ്ലിമെന്റുകൾ കഴിച്ചാൽ കരുത്ത് ലഭിക്കും. കൂടാതെ നമുക്കെല്ലാവർക്കും നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും. മരച്ചീനി വിഭവങ്ങൾ പരിമിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ. രാത്രിയിൽ ഇവ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷം അധികം ആയാസമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നമുക്കുത്തമം. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. മില്ലറ്റ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് തുല്യമാണെന്ന് പഴമക്കാർ പറയുന്നു. ഉദാഹരണത്തിന്, ദസറ സമയത്ത് നോൺ വെജിറ്റേറിയൻ ആഹാരം പാകം ചെയ്യും. എന്നാൽ വെജിറ്റേറിയൻ കഴിക്കുന്നവർ തിനവിഭവങ്ങൾ പാകം ചെയ്യും. മുതിർന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മാംസാഹാരം ഒഴിവാക്കി ഈ പരിപ്പ് കൊടുക്കാറാണ് പതിവ്. മാംസാഹാരത്തിലുള്ള പ്രോട്ടീൻ ഈ പരിപ്പിൽ അധികം അടങ്ങിയിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് മുതിർന്നവർ എല്ലാവരും തന്നെ ശീലിച്ചു വരുന്നത്. ഈ പരിപ്പ് കഴിക്കുമ്പോൾ മാംസത്തിന്റെ അത്ര തന്നെ കൊഴുപ്പ് ലഭിക്കും എന്നാണ് പറയുന്നത്. പുഴുബാധയില്ലാതെ ഈ പരിപ്പ് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. ഇതിൽ രാസപദാർത്ഥങ്ങൾ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദീർഘകാലം കേടാവാതെ ഇരിക്കും. സമയം ലാഭിക്കാനായി ഈ പരിപ്പ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേ മാവ് കൊണ്ട് ഒരാഴ്ച ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ അസുഖങ്ങൾ പെട്ടെന്ന് ബാധിച്ചേക്കാം. ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിന് സമയമില്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിയിൽ സമയം ചെലവഴിക്കേണ്ടി വരും. പ്രകൃതിദത്തമായി ലഭിക്കുന്ന മുളപ്പിച്ച ധാന്യങ്ങൾ, പാകം ചെയ്ത പരിപ്പുകൾ, പഴവർഗ്ഗങ്ങൾ, പഴച്ചാറുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പച്ചക്കറികൾ ഇവയെല്ലാം പ്രഭാത ഭക്ഷണമായി തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ആരും മറക്കണ്ട.